അപ്പോൾ ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ള ചർച്ച സജീവമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗന്റെ പ്രസ്താവന പുറത്തുവരുന്നത്. സുഹൈൽ മുഹമ്മദ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. സുഹൈൽ, അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു മുന്നോട്ടു പോക്കുണ്ടായിട്ടുണ്ടോ? ഈ എന്തെങ്കിലും ഒരു അനന്തയ നീക്കമോ ചർച്ചാ നീക്കമോ ഒക്കെ സംഭവിക്കുന്നുണ്ടോ സുഹൈൽ? ഡോക്ടർ ഉന്മേഷ്, ഇന്നലെ ആദ്യമായൊരു സമാധാന ചർച്ചയ്ക്ക് മധ്യസ്ഥ വഹിക്കാമെന്ന് അറിയിച്ചത് ഒമാനാണ്. ഒമാനും ഇറാനും തമ്മിൽ 50 വർഷത്തിലേറെയുള്ള സാഹോദര്യവും സൗഹൃദമൊക്കെയുള്ള രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും പ്രോ ഇറാൻ സെന്റിമെന്റ്സ് എടുക്കുന്ന GCC രാജ്യമെന്ന കണക്കിൽ ഒമാൻ ഇത്തരത്തിലൊരു മധ്യസ്ഥ ചർച്ച നടത്താമെന്നും അമേരിക്കയുടെയും ഇറാന്റെയും നടുവിലെ ബ്രിഡ്ജായി പ്രവർത്തിക്കാമെന്നും സന്നദ്ധത അറിയിച്ചിരുന്നു. പക്ഷേ അതിലൊരു തുടർന്നുപോക്ക് ഉണ്ടായില്ല. സമാധാനത്തിന്റെ ചർച്ചകളിലേക്ക് പാത തുറന്നിട്ടില്ല. ഇതാദ്യമായാണ് യൂറോപ്യൻ യൂണിയന്റെ ഒരു രാജ്യം വേണമെങ്കിൽ മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്നും ഇരു രാജ്യങ്ങളും സമാധാനത്തിൽ എത്തണമെന്നും ആവശ്യം ഉന്നയിച്ചത്. യൂറോപ്യൻ യൂണിയൻ രാജ്യമായ തുർക്കിയാണ്. എർദോഗാനാണ് ഏറ്റവും ഒടുക്കം മധ്യസ്ഥതയ്ക്ക് തയ്യാറെന്ന് പറഞ്ഞപ്പോൾ രംഗത്ത് വരുന്നത്. യൂറോപ്യൻ യൂണിയൻ രാജ്യം രംഗത്ത് വരുന്നതിന് മറ്റൊരു കാരണം കൂടി ഉണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ ഖത്തറിലെ നാച്ചുറൽ ഗ്യാസ് പ്രൊഡക്ഷൻ നിർത്തുന്നത് ഏറ്റവും കൂടുതൽ സാരമായി ബാധിക്കാൻ പോകുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ ഊർജ്ജ സ്രോതസ്സിനെയാണ്. അതേപോലെ തന്നെ ഇറാനിൽ ആക്രമണം തുടർന്നാൽ ഇറാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ നമുക്കറിയാം അമേരിക്കൻ സാങ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇറാന്റെ നാച്ചുറൽ ഗ്യാസ് ഭൂരിഭാഗം യൂറോപ്യൻ രാജ്യങ്ങളും വാങ്ങുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നില്ല. അമേരിക്കയുമായി ബന്ധം വെച്ചൊരു സാങ്ഷൻ അവിടെയുണ്ട്. പക്ഷേ ഇറാന്റെ ഏറ്റവും വലിയ നാച്ചുറൽ ഗ്യാസ് ഇമ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് തുർക്കിയാണ്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ പൊതുവെയും അതിനപ്പുറം തുർക്കിക്ക് സവിശേഷതയിലും പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ക്ഷാമം നാച്ചുറൽ ഗ്യാസിന്റെയും റിസോഴ്സിന്റെയും കാര്യത്തിൽ യുദ്ധം ഉണ്ടായാലും ഉണ്ടാകും. അതുകൊണ്ട് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ആദ്യത്തെ പ്രതികരണം ഉണ്ടായിരിക്കുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ കോംപ്രമൈസ് തയ്യാറാണെന്ന് മധ്യസ്ഥ വഹിക്കാമെന്ന് തയ്യാറാണെന്ന എർദോഗാന്റെ പ്രതികരണം വരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് ഇറാൻ പതിയെ എത്തുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇനി ആഗോള സമൂഹത്തിലൊരു കോൺസിക്വൻസ് ഉണ്ടാകുമെന്ന ഭയപ്പാടുണ്ടാക്കിയാൽ മാത്രമേ, അല്ലെങ്കിൽ എല്ലാവരുടെയും സാമ്പത്തിക സുസ്ഥിരതയെ ബാധിക്കുമെന്ന തോന്നൽ ഉണ്ടാക്കിയാൽ മാത്രമേ ഒരു മധ്യസ്ഥതയ്ക്ക് ആരെങ്കിലും തയ്യാറാകുമെന്ന കൃത്യമായ കണക്കുകൂട്ടലുകൾ ഇറാനുണ്ട്. ഇതിന്റെ ഭാഗമായി എന്നോണമാണ് രാത്രി വൈകി ഇന്നലെ നമ്മൾ ഹോർമുസ് കടലിടുക്കിൽ ഇത്തരത്തിൽ ഇറാന്റെ ഒരു ആക്രമണം കണ്ടിട്ടില്ല. പക്ഷേ ഹോർമുസ് കടലിടുക്കിൽ എണ്ണ ടാങ്കർ ലക്ഷ്യമിട്ട് ഒരു ആക്രമണം നടത്തുന്നത് ഇതാദ്യമായാണ് ഇറാൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ എണ്ണ ടാങ്കറുകളുമായി വരുന്ന പല കപ്പലുകളും സുരക്ഷിത അകലം പാലിച്ച് യാത്ര അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടിപ്പോയാൽ ഒരു മാസത്തെ, അല്ലെങ്കിൽ അതിന് താഴോട്ടേക്ക് അതിനപ്പുറത്തേക്കുള്ള ഒരു വലിയ ബാരൽ റിസർവ്സ് ഉണ്ടാവാൻ സാധ്യതയില്ല ഊർജ്ജത്തിന്റെ കാര്യത്തിൽ. അത് എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് ആയി വന്നുകൊണ്ടിരിക്കും. റിസോഴ്സസ് തീരുന്നതനുസരിച്ച് ഫിൽ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ റിസോഴ്സ് ഇല്ലാതാകുമ്പോൾ, ഈ പറയുന്ന ഊർജ്ജം ഇല്ലാതാകുമ്പോൾ, ഈ പറയുന്ന എണ്ണ ഇല്ലാതാകുമ്പോൾ, നാച്ചുറൽ ഗ്യാസ് ഇല്ലാതാകുമ്പോൾ സ്വാഭാവികമായി ആ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനെ, അത് ഏത് ആഗോള സമൂഹത്തിൽ ഏത് രാജ്യമാണെങ്കിലും ആ രാജ്യത്തിന് മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കും. പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളാണ് നാച്ചുറൽ ഗ്യാസിനെ ഏറ്റവും കൂടുതൽ ഈ കറണ്ട് ഉൽപ്പാദനത്തിനും മറ്റു കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നത്. ഈ റഷ്യ യുക്രൈൻ യുദ്ധം വന്നതോടെ നമ്മൾക്കറിയുന്ന പോലെ തന്നെ യൂറോപ്പിലെ ഏറ്റവും വലിയ നാച്ചുറൽ ഗ്യാസിന്റെ റിസോഴ്സ് ഉള്ള ഇടം യുക്രൈനാണ്. റഷ്യ യുക്രൈൻ യുദ്ധം വന്നതിന് പിന്നാലെ ആ യുക്രൈനിൽ നിന്നുള്ള പറയുന്ന നാച്ചുറൽ ഗ്യാസ് കയറ്റുമതിക്ക് വലിയ കോട്ടം വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിലവിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന നാച്ചുറൽ ഗ്യാസ് ഉൽപ്പാദന കേന്ദ്രം എന്ന് പറയുന്നത് ഖത്തറാണ്. പക്ഷേ ഖത്തറിന് അത്ര സ്വൈര്യമായി, അതായത് നമുക്ക് ഒരു രാജ്യത്തിന് സ്വസ്ഥതയും സ്വൈര്യവും ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ അതിന്റെ നാച്ചുറൽ ഗ്യാസും ഇത്തരത്തിൽ തൊട്ടാൽ തീ പൊള്ളുന്ന, അല്ലെങ്കിൽ പൊള്ളേൽക്കുന്ന വലിയ ആഘാതം ഉണ്ടാക്കാൻ പാകത്തുള്ള നാച്ചുറൽ ഗ്യാസിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. കാരണം ചെറിയ പോറലുണ്ടായാൽ അത് ആളിക്കത്താൻ സാധ്യതയുള്ള പ്രൊഡക്ഷൻ സെന്റേഴ്സ് ആണ് ഈ പറയുന്ന പെട്രോൾ ആണെങ്കിലും നാച്ചുറൽ ഗ്യാസ് ആണെങ്കിലും. നിലവിൽ ഇറാനെ ഭയന്ന് ഈ പറയുന്ന ഖത്തർ നാച്ചുറൽ ഗ്യാസ് ഇറക്കാത്തത് കൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്കും അതുവഴി ആഗോളതലത്തിലും ഒരു ഇന്ധനക്ഷാമം ഉണ്ടാക്കി ഏതെങ്കിലും രാജ്യത്തെ മധ്യസ്ഥതയ്ക്ക് തയ്യാറെടുപ്പിക്കുന്ന ലക്ഷ്യം ഇറാൻ വെക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ട ഒരു നിമിഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.